ലോകത്തിലെ ഏറ്റവും നീളമേറിയ സഞ്ചരിക്കുന്ന ശൗചാലയമായ ഇന്ത്യൻ റെയിൽവേയുടെ ശൗചാലയങ്ങൾ പരിസ്ഥിതി സൗഹാർദ്ദമാകുന്നു. തീവണ്ടിയിലെ ശൗചാലയങ്ങൾക്കുള്ളിൽ തന്നെ മാലിന്യം ബാക്ടീരിയ വഴി സംസ്കരിക്കുന്ന സംവിധാനമാണ് വരുന്നത്. ഇതിലൂടെ പാളങ്ങൾ വൃത്തികേടാകുന്നത് തടയുന്നതിനോടൊപ്പം മാലിന്യവും ഒഴിവാക്കാനാകും. 500 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഗ്രാമവികസന മന്ത്രാലയവും റെയിൽ മന്ത്രാലയവും ചെലവ് പങ്കിടും. റെയിൽവേക്ക് പുറമെ രാജ്യത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലുമായി 15 ലക്ഷം പരിസ്ഥിതി സൗഹാർദ്ദ ജൈവ ശൗചാലയങ്ങൾ സ്ഥാപിക്കുമെന്നും ഗ്രാമവികസന മന്ത്രി ജയറാം രമേശ് ദില്ലിയിൽ പറഞ്ഞു. The financial obligation is ours. We provide the financial resources. The identification of the Gram Panchayats to be covered, about 300 Gram Panchayats in phase 1, is ours. The implementation responsibility, the engineering and the technological responsibility is that of the DRDO and its private sector partners. ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷനും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ചേർന്നൊരുക്കുന്ന സമ്പൂർണ്ണ ശുചിത്വ യജ്ഞം പരിപാടിയുടെ ധാരണാപത്രം കൈമാറുന്ന ചടങ്ങിലാണ് മന്ത്രി ജയറാം രമേശ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ധാരണാപത്രത്തിൽ പ്രതിരോധ മന്ത്രി AK ആന്റണിയും ഒപ്പുവെച്ചു. അടുത്ത 10 വർഷം കൊണ്ട് രാജ്യത്ത് സമ്പൂർണ്ണ ശുചിത്വ യജ്ഞ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യ വിഷൻ, ദില്ലി.